വയനാട് മാനന്തവാടിയിൽ കാണാതായ കുട്ടിക്കായി തിരച്ചിൽ തുടരുകയാണ്. പ്രതികൂല കാലാവസ്ഥ തിരച്ചിലിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. കുട്ടിയുടെ അമ്മയെ ഇന്നലെ സുഹൃത്ത് കുത്തിക്കൊന്നിരുന്നു. കുട്ടി ഭയന്ന് ഓടിപ്പോയതായിരിക്കാമെന്നാണ് നിഗമനം. ആക്രമണത്തിൽ പരിക്കേറ്റ 14 വയസ്സുകാരി ചികിത്സയിലുമാണ്. അർജുൻ ചേരുന്ന വിവരങ്ങളുമായി. അർജുൻ, ഇന്നിപ്പോൾ സാഹചര്യം എന്താണ്? പ്രതിക്കായി തിരച്ചിലൊപ്പം ഈ കുട്ടി ഓടിപ്പോയിരുന്നു. കുട്ടിക്കായുള്ള തിരച്ചിലൊക്കെയും എങ്ങനെയാണ് നടക്കുന്നത്? ഈ കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുന്നതും ഒരു തടസ്സമായി വന്നിരിക്കുകയാണ്. പക്ഷേ എങ്കിലും ഈ കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? അതിനകത്ത് ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. ഈ അമ്മയുടെ സുഹൃത്താണ് ഈ ഒരു കുട്ടിയെ വെട്ടുകയും ഈ അമ്മയെ കൊലപ്പെടുത്തുകയും ചെയ്തത്. മറ്റൊരു കുട്ടിയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ഈ കുട്ടി പേടിച്ച് ഓടിയതായിരിക്കാം എന്നുള്ള ഒരു സാഹചര്യമാണുള്ളത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അല്ലെങ്കിൽ ഈ 14 വയസ്സുകാരിയെ ഇദ്ദേഹം ഇയാൾ അത് അപായപ്പെടുത്തിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇയാൾ തട്ടിക്കൊണ്ടു പോയിരിക്കാം എന്നുള്ള ഒരു നിഗമനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതിനെ തന്നെയും വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ ഈ പ്രദേശത്ത്, തിരുനെല്ലി പ്രദേശത്ത് നടക്കുന്നുണ്ട്. ഈ അപ്പപ്പാറ മേഖലകളിലടക്കം നടക്കുന്നുണ്ട്. അതായത് ഈ പ്രതികൂല കാലാവസ്ഥ, കനത്ത മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഈ തെരച്ചിൽ വലിയ ദുഷ്കരമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. മാത്രമല്ല, ഈ ഒരു കാട് നിറഞ്ഞ പ്രദേശത്താണ് കുട്ടിയെ കാണാതായിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാടിനുള്ളിലേക്ക് കടക്കുകയാണെങ്കിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഈ കാട്ടിലേക്ക് കടന്നുള്ള ഒരു അന്വേഷണവും വലിയ രീതിയിലുള്ള ദുഷ്കരമാണ്. കാരണം ഇപ്പൊ മഴയൊക്കെ പെയ്യുന്നത് കൊണ്ട് തന്നെ മഴവെള്ള പാച്ചിലുണ്ടാകാം, അത്തരത്തിൽ മണ്ണിടിച്ചിലുകൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ആ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ ഒരു ദുഷ്കരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതിനാൽ തന്നെ ഇയാളെയും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അതായത് ഈ ദിലീഷ് എന്ന് പറയുന്ന ഈ കൊലപാതകം നടത്തിയ ദിലീഷും ഇപ്പോൾ ഒളിവിലാണ്. അതുകൊണ്ട് തന്നെ ദിലീഷ് ഇവരെ ഈ 14 വയസ്സുള്ള കുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം കൂടിയുണ്ട്. മറ്റൊരിടത്ത് 9 വയസ്സുകാരിയെയാണ് ഇയാൾ മാരകമായി വെട്ടി പരിക്കേൽപ്പിച്ചത്. ചെവിക്കും അതുപോലെ തന്നെ കഴുത്തിനും അടക്കം പരിക്കേറ്റ ഈ 9 വയസ്സുകാരി ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഈ കുട്ടിക്ക് ഗുരുതരമായിട്ടുള്ള ഒരു പരിക്ക് ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും കഴുത്തിനും അതുപോലെ തന്നെ ചെവിക്ക് സാരമായിട്ടുള്ള പരിക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 9 വയസ്സുകാരിയുടെ മൊഴി പോലീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ 9 വയസ്സുകാരിയുടെ മൊഴി എടുത്തതിന് ശേഷമാണ് കൂടുതൽ വിവരങ്ങൾ പോലീസ് പറയുക. ഇവർ കുറെ നാളുകളായി ഇത്തരത്തിൽ ചെറിയ വഴക്കുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ഇന്നലെ രാത്രി ഇത്തരത്തിൽ ഈ പ്രവീണയെ കുത്തുന്നതും അതുപോലെ തന്നെ ഈ കുട്ടികളെ വെട്ടി പരിക്കേൽപ്പിക്കുന്നതും. വീണ, അതേസമയം ഈ അന്വേഷണം എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതിന് പോലീസ് ഒരു കാരണം പറയുന്നുണ്ടോ അർജുൻ? കാരണം കാലാവസ്ഥ പ്രതികൂലമായിരിക്കുന്നത് കൊണ്ട് ഒരു കൊലപാതക കേസിൽ പ്രതിയെ അന്വേഷിച്ച് പോകാൻ കഴിയുന്നില്ല പോലീസിന് എന്ന് പറയുന്നതൊക്കെ എങ്ങനെയാണ്? എന്തെങ്കിലുമൊക്കെ സൂചനകൾ പോലീസിന് ഉണ്ടാവേണ്ടതല്ലേ? പ്രത്യേകിച്ച് ഒരു കുട്ടിയെ കൂടി കാണാതായി ഇത്രയധികം മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. അതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ, ഒരുപക്ഷെ ആശങ്കപ്പെടേണ്ട മണിക്കൂറുകൾ ആണ് ഇനിയുള്ള ഓരോ നിമിഷവും എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെല്ലപ്പോക്ക്? തീർച്ചയായും വേണം. അത് തന്നെയാണ് നമുക്കും അന്വേഷിക്കേണ്ടത്, അല്ലെങ്കിൽ പോലീസിനോട് ചോദിക്കാനുള്ള. പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരങ്ങൾ ഇതുവരെയും നമ്മളോട് പങ്കുവെച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും ഈ വനത്തിനുള്ളിലേക്ക് കുട്ടി പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഇയാളും വനത്തിനുള്ളിലേക്ക് കടന്നിരിക്കാം എന്നുള്ള ഒരു നിഗമനമാണ് പോലീസിന്റെ ഭാഗത്ത് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അത്തരത്തിൽ വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുക ഇപ്പോൾ വലിയ ദുഷ്കരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല, വിവിധ ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള പരിശോധന നടത്തുന്നുണ്ട്. തിരുനെല്ലി പോലീസാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. ഇത്തരത്തിൽ ഇനി മണിക്കൂറുകൾ വൈകുകയാണെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കുട്ടിയെ കണ്ടുപിടിക്കണമെന്നാണ് നാട്ടുകാർ അടക്കമുള്ളവർ പറയുന്നത്. ഈ പ്രവീണയും ഭർത്താവും കുറച്ചുനാളായി അകൽച്ചയിലായിരുന്നു. അതിനുശേഷമാണ് ഈ സുഹൃത്തുമായി പരിചയപ്പെട്ടത്. ഈ സുഹൃത്തുമായി നേരത്തെയും ചില ഈ അടുത്തായി വാക്ക് തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമാണ് ഇന്നലെ പ്രതി ഈ വീട്ടിലേക്ക് എത്തുകയും തുടർന്ന് ഈ പ്രവീണയും അതുപോലെ തന്നെ മക്കളെയും ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ പ്രവീണ സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുകയും ഈ മക്കൾക്ക് പരിക്കേൽക്കുകയും 9 വയസ്സുകാരി മകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എന്നാൽ 14 വയസ്സുകാരിയെ പറ്റി യാതൊരു വിവരവും ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടില്ല. എവിടേക്കാണ് ഓടിപ്പോയിട്ടുള്ളത്, എങ്ങോട്ടാണ് പോയിട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ടും ഈ 9 വയസ്സുകാരിയുടെ മൊഴി ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ 9 വയസ്സുകാരിയിൽ നിന്ന് കിട്ടിയ
മൊഴി പ്രകാരമായിരിക്കും മറ്റു നടപടികൾ പോലീസ് സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും വനപ്രദേശമാണ്. ആ വനപ്രദേശത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഇവരെ സെർച്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ തെരഞ്ഞു കണ്ടുപിടിക്കേണ്ടതായിരുന്നു. മാത്രമല്ല ഈ തിരുനെല്ലി ഭാഗത്തു നിന്നും വീണ്ടും ഇവർക്ക് പോവുകയാണെങ്കിൽ കാട്ടിക്കുളം കഴിഞ്ഞ നേരെ ഇവർക്ക് മറ്റ് സംസ്ഥാനത്ത് എത്താൻ കഴിയും, കർണാടകയിൽ എത്താൻ കഴിയും. അങ്ങനെയെങ്കിൽ ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കർണാടകയിലേക്ക് ഈ മറ്റ് സംസ്ഥാനത്തേക്ക് ഈ പ്രതി എത്തിയിട്ടുണ്ടോ എന്നുള്ള പരിശോധന കൂടി നടത്തേണ്ടിയിരിക്കുന്നു. വീണ. ഓക്കെ, ശരി.